ഗർഭചിത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കിന്നും അശ്ലീലങ്ങളുടെ കൂട്ടത്തിൽ മാത്രം വരുന്നവയാണ്. അതായത് തുറന്ന് സംസാരിക്കാൻ പാടില്ലാത്തവ. സംസാരിക്കുകയാണെങ്കിൽ തന്നെ ശബ്ദം താഴ്ത്തി ഇരുളിന്റെ മറവിൽ മാത്രം സംസാരിക്കേണ്ടവ. അതുകൊണ്ട് തന്നെ ഗർഭചിത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ കൃത്യമായ അറിവ് നമുക്ക് ഇന്നും അന്യമാണ്. എന്താണ് ഗർഭചിത്രം? ഗർഭാവസ്ഥ അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു പ്രക്രിയയാണ് ഗർഭചിത്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അബോർഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. മരുന്നുകൾ വഴിയോ ശസ്ത്രക്രിയകൾ വഴിയോ ഗർഭപാത്രത്തിൽ നിന്നും ഭ്രൂണമോ ഗർഭസ്ഥ ശിശുവിനെയോ നീക്കം ചെയ്തുകൊണ്ടോ ആണ് ഇത് ചെയ്യുന്നത്. ഗുഡ്മാക്കർ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ പോപ്പുലേഷൻ സയൻസ്, പോപ്പുലേഷൻ കൌൺസിൽ എന്നിവർ ചേർന്ന് 2015 ഇന്ത്യയിലെ അബോർഷനെ കുറിച്ച് പഠിക്കുകയും ഇത് പിന്നീട് ഇൻസിഡൻസ് ഓഫ് അബോർഷൻ ആൻഡ് അൺഇന്റൻഡഡ് പ്രഗ്നൻസി ഇൻ ഇന്ത്യ 2015 എന്ന പേരിൽ ലാൻസെറ്റ് ജേണലിൽ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. ഇതിന് പ്രകാരം ഏതാണ്ട് 15.6 മില്യൺ അബോർഷൻസുകളാണ് 2015 മാത്രമായിട്ട് ഇന്ത്യയിൽ നടന്നിട്ടുള്ളത്. ഇതിൽ തന്നെ 3.4 മില്യൺ അബോർഷനുകൾ മാത്രമാണ് സുരക്ഷിതമായ രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കി വരുന്ന 11.5 മില്യൺ അബോർഷനുകൾ മരുന്നുകളും മറ്റും സ്വയം കഴിച്ചുകൊണ്ട് ആശുപത്രികൾ പോലെയുള്ള സൗകര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ നടത്തിയവയും ബാക്കിയുള്ള 0.8 മില്യൺ അബോർഷനുകൾ മറ്റേതോ രീതിയിൽ നമുക്കിപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത രീതിയിൽ നടത്തിയവയുമാണ്. ഇതിന്റെ മൊത്തത്തിലൊരു കണക്ക് നോക്കുമ്പോൾ ഭൂരിപക്ഷം വരുന്ന ആളുകളും സുരക്ഷിതമല്ലാത്ത മാർഗത്തിലൂടെ ഈ പറയുന്ന ഗർഭചിത്രം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു പിക്ചർ നമുക്ക് കിട്ടുന്നത്. 2018 കണക്കുകൾ പ്രകാരം ഓരോ ദിവസവും 13 സ്ത്രീകൾ വെച്ച് ഇന്ത്യയിൽ സുരക്ഷിതമല്ലാത്ത അബോർഷനുകളാൽ മരണപ്പെടുന്നുണ്ട്. അബോർഷൻ ഇന്ത്യയിൽ നിയമപരമായ ഒന്നാണെന്ന് 80% ഇന്ത്യൻ സ്ത്രീകൾക്കും ഇന്നും അറിയില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. സുരക്ഷിതമായ രീതിയിൽ അബോർഷൻ ചെയ്യുന്നതിൽ നിന്നും അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ മാത്രമല്ല, മതങ്ങൾ ഉൾപ്പെടെയുള്ളവ അബോർഷനുകളെ കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വികൃതമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള ഡോക്മകൾ, ഇവയൊക്കെ തന്നെ ഈ പറയുന്ന ആളുകളെ സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ അബോർഷൻ ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുണ്ട്. കോവിഡിനെ ചെറുക്കാനായിട്ട് അല്ലെങ്കിൽ കോവിഡിനെ ഇല്ലാതാക്കാനായിട്ട് കർപ്പൂരം എടുത്ത് വിഴുങ്ങിയാൽ മതി തുടങ്ങിയിട്ടുള്ള വാദങ്ങൾ നിലനിൽക്കുന്ന, ഇല്ലെങ്കിൽ തുടങ്ങിയിട്ടുള്ള വ്യാകരണങ്ങളുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് ഗർഭചിത്രം നടത്തുവാനായി ഉപയോഗിക്കുന്ന സുരക്ഷിതമല്ലാത്ത മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് തേടിപ്പോയാൽ ഒരുപക്ഷെ നമ്മളൊക്കെ ബോധം കെട്ടുപോകാനിടയുണ്ട്. 1971 മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് അഥവാ MTP ആക്ട് നിലവിൽ വരുന്നതുവരെ സ്ത്രീകളുടെ ജീവൻ രക്ഷിക്കാനല്ലാതെ അബോർഷൻ ചെയ്യുന്നത് IPC സെക്ഷൻ 312 പ്രകാരം ഇന്ത്യയിൽ കുറ്റകൃത്യമായിരുന്നു. 1964 ഇതിനെക്കുറിച്ച് പഠിക്കാൻ നിലവിൽ വന്ന ഷാ കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്നുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിൽ അബോർഷൻ ലീഗലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു തീരുമാനം, ഒരു നിയമം നിലവിൽ വരുന്നത്. MTP ആക്ടിലെ സെക്ഷൻ 3 ക്ലോസ് 4B പ്രകാരം അബോർഷൻ ചെയ്യാനായിട്ട് ഗർഭിണിയായിട്ടുള്ള സ്ത്രീയുടെ സമ്മതം മാത്രം നമുക്ക് മതിയാവും. അതായത് പുരുഷൻ ഉൾപ്പെടെ ആ ഒരു കുടുംബത്തിലുള്ള മറ്റംഗങ്ങളുടെയോ അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിലുള്ള ഏതെങ്കിലും ഒരു അംഗങ്ങളുടെയോ ഒന്നും സമ്മതം ആവശ്യമില്ലെന്ന് സാരം. ഇത് ശരിവെച്ചുകൊണ്ട് 2011 ഡൽഹി ഹരിയാന ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിക്കുകയുണ്ടായി. തന്റെ സമ്മതമില്ലാതെ ഗർഭചിത്രം നടത്തിയതിനാൽ ഭാര്യ ഉൾപ്പെടെ അതിൽ കൂട്ടുനിന്ന മുഴുവൻ ആളുകളും നഷ്ടപരിഹാരം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ ഭർത്താവ് കൊടുത്തിട്ടുള്ള കേസിലായിരുന്നു ഇങ്ങനെ ഒരു വിധി വന്നിട്ടുണ്ടായിരുന്നത്. ശാരീരികമായി മാത്രമല്ല, മാനസികമായി കൂടി തയ്യാറാവേണ്ട ഒന്നാണ് ഗർഭധാരണവും തുടർന്നുള്ള പ്രഗ്നൻസിയും. അതുകൊണ്ട് തന്നെ അബോർഷൻ ചെയ്യരുതെന്ന് പറയാനോ തന്റെ സമ്മതമില്ലാതെ അബോർഷൻ ചെയ്തു എന്നതിന്റെ പേരിൽ ആർക്കെതിരെ കേസ് ഫയൽ ചെയ്യാനോ ആർക്കും ഇവിടെ അവകാശമില്ലെന്ന് കോടതി ഈ വിധിയിലൂടെ പ്രഖ്യാപിച്ചു. വിവാഹാനന്തരം ഭർത്താവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഭാര്യ സമ്മതിച്ചിട്ടുണ്ടെന്നതിനർത്ഥം താനൊരു കുട്ടിയെ പ്രസവിച്ചു കൊള്ളാമെന്നല്ല. ഗർഭം ധരിക്കണോ വേണ്ടയോ, കുഞ്ഞിനെ പ്രസവിക്കണോ വേണ്ടയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ സ്ത്രീകളുടെ അഭിപ്രായത്തിന് മേൽ മാത്രം നിലനിൽക്കുന്ന ഒന്നാണ്. ഗർഭം ധരിക്കാനായോ കുഞ്ഞിനെ പ്രസവിക്കാനായോ ഒരു ഭർത്താവിനും തന്റെ ഭാര്യയെ നിർബന്ധിക്കാനാവില്ല തുടങ്ങിയ കാര്യങ്ങൾ കൂടി കോടതി ഈ ഒരു വിധിന്യായത്തിലൂടെ വ്യക്തമാക്കുകയുണ്ടായി. ചുരുക്കി പറഞ്ഞാൽ അബോർഷൻ ചെയ്യാൻ ഗർഭിണിയായിട്ടുള്ള സ്ത്രീയുടെ അല്ലാതെ മറ്റാരുടെയും സമ്മതമോ അനുവാദമോ ആവശ്യമില്ലെന്ന് സാരം. മൈനർ ആയിട്ടുള്ള സ്ത്രീകൾക്കോ മാനസിക അസുഖങ്ങളുള്ള സ്ത്രീകൾക്കോ അവരുടെ ലീഗൽ ഗാർഡിയന്റെ സമ്മതം ആവശ്യമാണ്. അല്ലാത്ത പക്ഷം ആരുടെയും സമ്മതം ഇത്തരത്തിലുള്ള റയർ കേസുകളിൽ ഒഴിച്ച് നോർമൽ ആയിട്ടുള്ള കേസുകളിലൊന്നും എല്ലാം തന്നെ മറ്റൊരു തരത്തിലുള്ള സമ്മതവും മറ്റാരുടെയും സമ്മതവും ആവശ്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇന്നും ഭർത്താവിന്റെയോ വീട്ടുകാരുടെയോ ഒക്കെ സമ്മതം ഉണ്ടെങ്കിൽ അബോർഷൻ ചെയ്യാനാവൂ എന്ന് കരുതുന്നവരാണ് നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന സ്ത്രീകൾ. അതിന്റെ ആവശ്യമില്ലെന്ന് അറിയാവുന്ന ഡോക്ടർമാർ പോലും ഇതിന് കൂട്ടുനിൽക്കുകയാണ് പതിവ്. ഭർത്താവില്ലെങ്കിൽ ഭർത്താവിന്റെ സ്ഥാനത്ത് ഒരാളില്ല എന്നുണ്ടെങ്കിൽ കുടുംബത്തിലെ മറ്റേതെങ്കിലും പുരുഷന്മാരെ കണ്ട് സമ്മതം വാങ്ങിയിട്ട് മാത്രമേ ഇത് ചെയ്യാവൂ എന്നൊക്കെ വാശി പിടിക്കുന്ന ഡോക്ടർമാർ പോലും നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. അവനവന്റെ ശരീരം അത് അവനവന്റേത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അതിനു മുകളിലുള്ള എന്ത് കാര്യവും തീരുമാനിക്കാനുള്ള അധികാരവും അവകാശവും നമുക്ക് മാത്രമാണുള്ളത്. ഏതെങ്കിലും ഒരു പ്രത്യേക ലിംഗത്തിൽ പെടുന്നതുകൊണ്ട് മാത്രം അത് ഇല്ലാതെയാവുന്നില്ല. നമ്മുടെ നാട്ടിൽ അബോർഷനുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വികൃതമായിട്ടുള്ള കാഴ്ചപ്പാടുകളെ കുറിച്ചും അത് ലീഗലൈസ് ചെയ്തിട്ടുള്ള MTP ആക്ടിനെ കുറിച്ചും ആ ആക്ടിനകത്ത് പറഞ്ഞിട്ടുള്ള ഈ പറയുന്ന പോലെ ഭർത്താവിന്റെയോ അല്ലെങ്കിൽ മറ്റ് അംഗങ്ങളുടെയോ ഒന്നും സമ്മതം ആവശ്യമില്ല തുടങ്ങിയുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഒരു പരിധിവരെ മാറിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.